ഹേ ഗൈസ്, അപ്പോൾ കസിൻ്റെ കല്യാണം ആയതുകൊണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒന്ന് തൃശ്ശൂർക്ക് ഇറങ്ങിയതാ. പിന്നെ ഒന്നും പറയണ്ട, നല്ല കിൻഡിൽ മഴ കിട്ടി. പിന്നെ നേരെ ഒരു ബസ് സ്റ്റോപ്പ് അങ്ങോട്ട് കയറിയിരുന്നു. ഞാനാണെങ്കിൽ ആകെ കുളിച്ച് റെയിൻകോട്ടൊന്നും ഇല്ലാത്ത കാരണം ഫുള്ള് വെള്ളം മേത്തിക്കായിട്ടുണ്ട്. വണ്ടി മഴയത്തായതുകൊണ്ട് തന്നെ സുഖമായി, വണ്ടി ഇനി കഴുകേണ്ട ആവശ്യമില്ല. വണ്ടി നല്ല കുട്ടപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട്. മഴ പറഞ്ഞപ്പോൾ പിന്നെ നോക്കില്ല, വേഗം വണ്ടിയായിട്ട് ഇറങ്ങി. ഇപ്പൊ നമ്മളിതേ ഒരു ഡ്രസ്സ് കട തപ്പി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളിതേ ഒരു ഷോപ്പ് കയറിയിട്ട് ഈ ഷോപ്പിലാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് വേണ്ട സാധനം ഇവിടുന്ന് കിട്ടിയില്ല എന്ന് മാത്രം. ഇതിന്റെ ഇടയിൽ കണ്ണാടി കണ്ടപ്പോൾ പിന്നെ കുറച്ചു നേരം ലുക്ക് നോക്കലും മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കലും മസ്റ്റ് ആണല്ലോ. പിന്നെ ഒരു ഷോപ്പ് കയറി നമ്മൾ എന്തെങ്കിലും ഒരു ടാഗ് നോക്കണം. ഈ ടാഗ് ആണെങ്കിൽ ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് തെറ്റിദ്ധരിച്ചിട്ടോ. ഇത് വിൽക്കുന്നതാണ് ഏതെങ്കിലും ഞാൻ കണ്ടപ്പോൾ വേറെ എന്തൊക്കെ ഞാൻ വായിച്ചിട്ടോ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നേരെ നമ്മുടെ മെസ്സിന്റെ അടക്കം പോയി. വേറെ എടുക്കൽ നമ്മുടെ എല്ലാം കയറിയപ്പോൾ നമുക്ക് വേണ്ട സാധനം ഒന്നും അവിടുന്ന് കിട്ടിയില്ല. മെസ്സിന്റെ പീഡിയയിലാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കളറൊന്നും അവിടുന്ന് കിട്ടിയില്ല. പിന്നെ നോക്കിയില്ല, നേരെ നമ്മുടെ റൊണാൾഡോന്റെ കടയ്ക്ക് പോയി. അപ്പൊ നമുക്ക് വേണ്ട മുതൽ നമ്മുടെ CR7 പീഡിയ കയറിയപ്പോൾ കിട്ടിട്ടോ. അപ്പോൾ QR കോഡിൽ വരെ CR7 ആണ്. ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ച് കുടിക്ക് പോകുമ്പോഴാണ് നമുക്ക് വീണ്ടും നല്ല കിൻഡിൽ മഴ കൊണ്ട് കിട്ടി. അപ്പൊ നമ്മൾ നേരെ ഒരു ഹോട്ടലിന്റെ ഫ്രണ്ട് കണ്ട് കയറിയിരുന്നു. പെരയിലൊക്കെ ബക്കറ്റിലെ വെള്ളം പിടിക്കണമെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ കേട്ടോ. ഇവിടെ മഴ പെയ്യുമ്പോൾ ചട്ടിയിലെ വെള്ളം പിടിക്കൽ പോകുന്നു. എന്റെ കൈയാണെങ്കിൽ വെറുതെ ഇരിക്കാത്തതുകൊണ്ട് ഞാൻ ആ ചട്ടിയിൽ പോയി കൈയിട്ട് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കൈ അങ്ങോട്ട് ചുട്ടി കയറിയിട്ട് പോയി. ഇപ്പൊ മഴവെള്ളത്തിൽ കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ചട്ടിയും കാര്യം കണ്ട് അതിൽ പോയി കൈയിടാൻ നിൽക്കണ്ട, അങ്ങോട്ട് ശ്രദ്ധിച്ചോളി. കൈയൊക്കെ ചുട്ടി കയറിയെന്ന് വരും. മഴ കൊണ്ട് മാറിയപ്പോൾ പിന്നെ നേരെ വണ്ടിയിട്ട് ഇറക്കി. പിന്നെ ഇടയിൽ ഷവർ മാക്സ് ഉണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറി. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് 2 ഷവർമയും അതുപോലെ 2 ന്യൂട്രൽ ഷേക്ക് കണ്ട് ഓർഡർ ആക്കിയിട്ടോ. നല്ല കിടലൻ സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇതേ പൈസ കൊടുത്ത് നമ്മൾ തിരിച്ച് കുടിക്ക് പോകാണ്ട്. അപ്പൊ നമ്മൾ ഓർഡർ ആക്കിയത് ഇതാണ് മെക്സിക്കൻ ഷവർമയും അതുപോലെ 2 ന്യൂട്രൽ ബനാന കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.